സംസ്ഥാനത്ത് ഒരു മാറ്റവുമില്ലാതെ ചൂട് ഉയരുക തന്നെയാണ്. ഇന്ന് 11 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട്. ചൂട് കൂടിയ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും ഒപ്പം പാലക്കാട് നിന്ന് അരുണാലത്തൂരും ചേരുന്നുണ്ട്. ആദ്യം പാലക്കാടിലേക്ക് പോകുന്നത് അരുൺ. വെന്തുരുകി കേരളം, ചുട്ടുപൊള്ളി കേരളം, അങ്ങനെ ഇനി പറയാൻ വാക്കുകളില്ല ഈ ചൂടിനെ കുറിച്ച്. അതിലും ഉയർച്ചയിലെത്തിയിരിക്കുകയാണ്. വലിയ ചൂട് തന്നെയാണ്. കിടന്നുറങ്ങുവാൻ കഴിയാത്ത അവസ്ഥ, പകല് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ആ ഒരു രീതിയിലേക്കാണ് ജനങ്ങൾ എത്തിയിരിക്കുന്നത്. പാലക്കാട് പിന്നെ പറയേണ്ട ഒരു കാര്യവുമില്ല. കാരണം എപ്പോഴും ചൂട് കൂടുന്നത് പാലക്കാട് തന്നെയാണ്. തീർച്ചയായും രജനി, വലിയ രീതിയിലുള്ള ചൂടാണ് പാലക്കാട് ജില്ലയിലും സംസ്ഥാനത്ത് ഒട്ടുക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 2019 ശേഷം ഏറ്റവും വലിയ ചൂടാണ് ജില്ലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കാരണം 2019 ഈ മാർച്ച് അവസാന സമയങ്ങളിലും അതുപോലെ തന്നെ ഏപ്രിൽ ആദ്യ വാരങ്ങളിലും ഒക്കെ ഇത്രയും ചൂട് ഇതിനു മുൻപ് പാലക്കാട് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് 2019. ഏതായാലും ഇപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. നിരവധി ആളുകൾ ഈ ചൂടിലെ ഒന്ന് ആശ്വാസമാകാൻ വേണ്ടി, ഒന്ന് മനം കുളിർപ്പിക്കാൻ വേണ്ടി അവർ തണൽ മരങ്ങൾക്ക് ചുവട്ടിലും മറ്റുമൊക്കെ ഇരിക്കുന്നു. ഒപ്പം വെയിലിൽ പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ഉഷ്ണം അനുഭവപ്പെടുന്ന സാഹചര്യമാണ്. അവർക്ക് മറ്റ് നിവർത്തികളൊന്നുമില്ല. ഒപ്പം തന്നെ നിർജ്ജലീകരണവും മറ്റുമൊക്കെ തടയാൻ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്. ശീതളപാനീയങ്ങളുടെയൊക്കെ വിൽപ്പന വലിയ രീതിയിൽ പൊടിപൊടിക്കുന്ന സാഹചര്യവും പൊതുവെ ജില്ലയിൽ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നഗരത്തിലാണുള്ളത്. നഗരത്തിൽ ഈ കോട്ട മൈതാനത്തിന് സമീപത്ത് തന്നെ റോഡരികിലൊക്കെ വിവിധ ശീതളപാനീയങ്ങളുമൊക്കെ വിൽക്കുന്നത് കാണാൻ സാധിക്കും. കരിക്കും അതുപോലെ തന്നെ പാലക്കാട്ടെ സ്പെഷ്യലായ നൊങ്കുമൊക്കെ ആളുകൾ ധാരാളം വിൽപ്പന നടത്തുന്നുണ്ട്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചൂടത്ത് എങ്ങനെയും കുറച്ച് ആശ്വാസം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായും. കാരണം ഇത്രയേറെ ചൂട് ഇതിനു മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2019 പാലക്കാട് ജില്ലയിൽ ഇത്രയും ചൂട് അനുഭവപ്പെടുന്നത്. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട് പാലക്കാട്? അതിഭീകര ചൂടല്ലേ? അതിഭീകര ചൂടാണ്. 41 തോന്നുന്നുണ്ട് ഇപ്പോൾ. ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. അതന്നെ ഇതാണ് നമ്മുടെ പാലക്കാട്ടെ ദേശീയ ഭക്ഷണമല്ലേ, തണുപ്പിലുള്ളത്. അത് കഴിക്കാന്ന് വെച്ചിട്ട് വന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട്? താങ്ങാൻ പറ്റാത്ത ചൂട്, നല്ല ചൂട്. ഞാനിവിടെ ഇല്ല, ഞാൻ പെരിന്തൽമണ്ണയാണ് വീട്, ഇവിടെ വർക്ക് ചെയ്യാണ്. താങ്ങാൻ പറ്റുന്നില്ല. അത്രയും നല്ല ചൂട്. ഇത്ര ചൂടില്ല, ഇത്ര ചൂടില്ല. ഇവിടെ ചൂട് നന്നായിട്ട് കൂടുതലുണ്ട് അവിടെ കമ്പയർ ചെയ്യുമ്പോൾ. ഏതായാലും ഒരുപാട് ആളുകൾ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? കോയലത്തിനെ കിട്ടും വളരെ കുറച്ച് കൂടുതലാണ് ഈ സമയത്തൊക്കെ. വീട്ടിലിരിക്കാൻ പറ്റില്ല. ചെറിയ കാറ്റുണ്ട്, കുറച്ച് തണുപ്പില്ല, അതുമില്ല, കാറ്റുമില്ല. കോയലത്തെ അപേക്ഷ കുറച്ച് കൂടുതലാണ്. വേനൽ മഴ ഇതുവരെ കിട്ടിയിട്ടില്ല. അതാ സംഭവം. പണ്ട് കാലത്തൊന്നും ഇത്ര ചൂട് ഇത്രയില്ല. പിന്നെ ദേശീയപാത വികസനത്തിൻ്റെ കുറേ മരങ്ങൾ ഇഷ്ടം പോലെ പോയി. അതിൻ്റെയൊക്കെ മരങ്ങളും മലയൊക്കെ കുന്നൊക്കെ ഇടിക്കുന്നതിൻ്റെയൊക്കെ ഫലം തന്നെയാണ് ചൂടല്ലേ? വനം കൈവിട്ടു പോയി. അതാണ് മെയിൻ. അതാണ് വന്യമൃഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നത്. അല്ലാണ്ട് അവരിനെ കമ്പി വേലി കെട്ടിയിട്ട് എന്താ കാര്യം? വനമില്ല. വനത്തിനൊക്കെ താറുമാറാക്കി. ഏതായാലും മനുഷ്യന്റെ കയ്യിലിരിപ്പ് തന്നെയാണ് ഈ ചൂടിനൊക്കെ കാരണം എന്നാണ് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ചൂട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലി സമയങ്ങളിലൊക്കെ എങ്ങനെയാണ്? ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂട്. ഒരുപാട് ആളുകളാണ് ഈ നൊങ്കും മറ്റുമൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈ ചൂടത്തൊന്ന് ആശ്വാസമാകാൻ വേണ്ടിയിട്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? ഈ കച്ചവടം ഒന്നും ശരിയില്ല. കച്ചവടം ഒരു അപ്പുറത്തെ ഈ നൊങ്ക് വെക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആളുകളൊക്കെ എങ്ങനെയാട്ടാ ഈ നൊങ്ക് വാങ്ങാനൊക്കെ ഒരുപാട് എത്തുന്നുണ്ടോ? ഒരുപാട് എത്തുന്നുണ്ട്. അത്ര ആജാതി ചൂടാണ്, നല്ല ചൂടാണ്. അതിന് പൊടിപ്പിക്കൽ നൊങ്കിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. നമുക്ക് അത്ര സ്പീഡിൽ പോകുന്നുണ്ട്, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, നല്ല കച്ചവടമുണ്ട്. നൊങ്ക് കച്ചവടം. ചൂടത്തിരുന്ന് പണിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് മാത്രമേ സഹിക്കാനാവാത്ത ചൂടാണ്. അല്പം മരമുള്ളത് കൊണ്ട് സമാനത്തിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്നത് മാത്രം. നല്ല ചൂടാണ്. അങ്ങനെ ഇരിക്കാൻ വേണ്ടി 27 വർഷമായി ഇത്രയും ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. ആ ചേട്ടൻ പറഞ്ഞതുപോലെ 27 വർഷമായി ഇവിടെ ഈ നൊങ്കും മറ്റുമൊക്കെ അദ്ദേഹം വിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതിനു മുമ്പ് ഇത്തരം ചൂട് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. 27 വർഷ കാലയളവിനിടയ്ക്ക് ഇത്രയേറെ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ജില്ലയിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാലക്കാട് ജില്ലയിൽ പൊതുവെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്നു. ആളുകൾക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഒരു ഓട്ടോ ചേട്ടൻ ചേരുന്നുണ്ട്. ചേട്ടാ, നിങ്ങൾ ഈ ഓട്ടോയിൽ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ടാവില്ലേ? നല്ല ചൂടാണ്. നല്ല ചൂട് പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടവും വളരെ കുറവാണ്. അതിൻ്റെ ഇടയിൽ ചൂടും കൂടി ആയപ്പോൾ മൊത്തത്തിൽ
നടന്നുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടത്തൊക്കെ ആളുകൾ യാത്ര ഓട്ടോയിലൊക്കെ വരില്ല. ഉച്ച സമയത്തൊക്കെ ആൾക്കാർ ഇറങ്ങുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഉച്ചയോടെ ഒരു 12 മണി 1 മണിയോടുകൂടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 4 മണിക്ക് ശേഷം ആൾക്കാർ ഇറങ്ങുള്ളൂ. അത്രയും നമ്മൾ ഓട്ടക്കാർക്ക് ഓട്ടം കുറവാണ്. അതാണ് ഏതായാലും ചൂട് സർവത്ര മേഖലയും ബാധിക്കുന്നു എന്നുള്ളതാണ് ആളുകൾ ഓരോരുത്തരും പറയുന്നത്. പലർക്കും ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വെയിലത്ത് അവർക്ക് മാറി നിൽക്കാനൊന്നും പറ്റുകയില്ല. പണിയെടുക്കുക തന്നെ നിവർത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചൂട് അനുഭവിച്ചു അല്ലെങ്കിൽ സഹിച്ചുകൊണ്ടും അവർ പണിയെടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഓട്ടോറിക്ഷക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ബസ്സിൽ വരുന്ന ആളുകൾ, അവർക്കൊക്കെ വലിയ ഈ ഓട്ടം കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ഉച്ച വെയിലിലൊക്കെ ആളുകൾ യാത്ര ചെയ്യാൻ പൊതുവെ മടിക്കുന്നു, വൈകുന്നേരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുള്ളൂ. തീർച്ചയായിട്ടും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചൂട് സർവത്ര മേഖലയും ബാധിച്ചിരിക്കുകയാണ്. ആർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഇന്നലെ ഞാൻ വണ്ടി ഓടിച്ചു പോയപ്പോൾ എൻ്റെ കയ്യിൽ പോലും പൊള്ളലേൽക്കുന്ന ഒരവസ്ഥ എനിക്കും മുൻപായി. അതുപോലെ തന്നെയാണ് നിങ്ങൾ റിപ്പോർട്ടർമാർ ഇപ്പോൾ ഈ കൊടും ചൂടിലാണ് നിങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും എടുക്കണമെന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളോട് നേരത്തെ പറഞ്ഞ ഒരാൾ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് വിശ്രമിക്കാൻ ഒരു മരം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് അപര്യാപ്തമായ അവസ്ഥയിലേക്കാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. കാരണം മിക്കയിടത്തുമുള്ള മരങ്ങളൊക്കെ തന്നെ മുറിക്കുന്നു, കാടൊക്കെ തന്നെ വെട്ടിത്തെളിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു. പിന്നെ എങ്ങനെ ഈ ചൂടുകാലത്ത് വന്യമൃഗങ്ങൾ പോലും നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ള ചോദ്യവും ഇവിടെ സുപ്രധാനമായിട്ട് ഉന്നയിക്കുന്നതാണ്. തീർച്ചയായും രജനി, ചൂടുകാലത്ത് പൊതുവെ ആളുകളൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം, ഓരോ വീടുകളുടെയും മുറ്റങ്ങളൊക്കെ മരങ്ങളും മറ്റുമൊക്കെ വെട്ടിമുറിച്ച് ഇന്റർലോക്ക് പതിക്കുന്ന സാഹചര്യത്തിൽ ഒരു തുള്ളി വെള്ളം പോലും മണ്ണിനടിയിലേക്ക് ഇറങ്ങാത്ത തരത്തിൽ, കോൺക്രീറ്റ് പാകുന്ന തരത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ വലിയ മരങ്ങളും മറ്റുമൊക്കെ മുറിച്ചു മാറ്റുന്ന ഒരു സ്ഥിതിയും പൊതുവെ സംസ്ഥാനത്ത് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വന്യജീവികളൊക്കെ യഥേഷ്ടം ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് ചൂട് കൂടിയതോടുകൂടെ തന്നെ ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഏതായാലും ഉണ്ട്. അതെല്ലാം കാരണം നമ്മൾ ഈ മനുഷ്യരുടെ ചെയ്തികൾ തന്നെയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നിലവിലേതായാലും ഈ ചൂട് ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന വേളയിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നേരിടുന്നത്. കാരണം ഇത്രയേറെ ചൂട് ഇതിനു മുമ്പ് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പലതരത്തിൽ ഇലക്ട്രോണിക്, നമുക്കറിയാം AC-യും ഫാനും ഒക്കെ ഇപ്പോൾ വിൽപ്പന പൊടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫിഷറി പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീശുന്ന ആളുകളും ധാരാളം കാണാൻ സാധിക്കും. എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു ചൂടുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കൊക്കെ ഉണ്ടോ? തിരക്കുണ്ട്. ജ്യൂസ് കുടിക്കാൻ ഫുൾ തിരക്കാണ്. വെയിൽ കൊണ്ട് ഒരു ജ്യൂസ് കുടിക്കുന്ന 2 ജ്യൂസ് കുടിക്കും. പിന്നെ ഭയങ്കര വെയിൽ, നമുക്ക് എവിടെ വെയിൽ പറ്റുന്നില്ല. റോഡിന്റെ വക്ക വന്ന് അടിച്ചിട്ട്. എന്താണ് ഇവിടെ സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കുന്നത്? തണിമത്തേ ജ്യൂസ്. തണിമത്തിന് ആവശ്യക്കാർ വലിയ ഉണ്ട്. നോമ്പ് സമയമല്ലേ ഒക്കെ അല്ല, അപ്പൊ നോമ്പ് തുറക്കാൻ വേണ്ടി വാങ്ങിട്ട് പോകാറുണ്ട്. ഒന്നും ചൂടത്ത് കിട്ടാൻ വഴിയില്ല. അത്രയും ഡിമാൻഡാണ് കായ്ക്ക്, അത്രയും ഡിമാൻഡാണ്. അല്ലെങ്കിൽ ഇവിടെ അപ്പോഴും ഫുള്ളായിട്ടുണ്ടാവും. അതായത് ഈ തണ്ണിമത്തം പോലുള്ളതൊക്കെ വാങ്ങി കഴിക്കാൻ ആളുകൾ എങ്ങനെയെങ്കിലൊക്കെ വന്ന് മനസ്സും ശരീരമൊക്കെ കുളിർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ തണ്ണിമത്തനൊക്കെ ഇവിടെ ധാരാളം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ മുൻപത്തെ പോലെയല്ല, ഇതിന് ഉൾപ്പെടെ ഈ കച്ചവടക്കാർ പറഞ്ഞാൽ അതിനുപോലും ഡിമാൻഡ് ഉണ്ട്. കാരണം അത്രയേറെ ആളുകൾ ഇത്. ശരി. എന്തായാലും പാലക്കാട് ചൂട് കനക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി തലസ്ഥാനത്തെ ചൂട് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കൊടും ചൂടിൽ വലയ തലയാണ് തലസ്ഥാനത്തെ ജനങ്ങൾ. ഒന്നടങ്കം ഒന്ന് വിശ്രമിക്കാൻ പോലും കഴിയാനാകാത്ത അവസ്ഥയിൽ ജോലി ചെയ്യുന്നവരും ഉണ്ട് ഈ കൊടും ചൂടിൽ. രജനി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംസ്ഥാനത്തെ പൊതുവിലുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. ചൂട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ്. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇന്ന് 11 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് തലസ്ഥാന നഗരി ഇന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്നതൊരു ആശ്വാസമായി നിൽക്കുന്നെങ്കിൽ പോലും എല്ലാ ദിവസത്തെയും കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ, പ്രതിദിന കണക്കുകൾ അതെടുത്തു നോക്കുമ്പോൾ വലിയ ചൂടാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സംസ്ഥാനത്ത് തന്നെ ഇതുവരെ രേഖപ്പെടുത്തുന്നത് തന്നെ ഏറ്റവും വലിയ ചൂടിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് എത്തി നിൽക്കുന്നത്. അതായത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് ഈ ചൂട് എത്തി നിൽക്കുന്നത്. വിവിധ ജില്ലകളിലും ഇത്തരത്തിൽ ചൂട് കൂടുന്നതാണ്. ഏറ്റവും കൂടുതൽ ചൂട് നമുക്കറിയാം രേഖപ്പെടുത്തിയിട്ടുള്ളത് പാലക്കാടും അതുപോലെ തന്നെ കൊല്ലം ജില്ലകളിലാണ്. എന്നാൽ തലസ്ഥാന നഗരിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഈ ചൂട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നത്തേക്ക് മാത്രമായി ഇന്നത്തെ ഏറ്റവും പുതിയ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അപ്ഡേഷൻ അനുസരിച്ച് തലസ്ഥാന നഗരിക്ക് ഒരു ആശ്വാസമുണ്ടെങ്കിൽ പോലും, യെല്ലോ അലർട്ടിൽ നിന്ന് ഒരു ആശ്വാസമുണ്ടെങ്കിൽ പോലും ഈ ചൂട് കുറയുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത്
ഈ ഒരു മധ്യവേനൽ കൂടി കടുത്തതോടെ ജനങ്ങൾ ഈ ചൂടിൽ വലയുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുവാൻ സാധിക്കും. കുടചൂടിയാണ് നിൽക്കുന്നത്. കച്ചവടക്കാരടക്കം ഇത്തരത്തിൽ ഈ ചൂടിൽ നിന്ന് പ്രതിരോധിക്കത്തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നിൽക്കുന്നത്, അത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണ് ഇവിടേക്ക് തലസ്ഥാന നഗരിയിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു വലിയ ജാഗ്രതാ നിർദ്ദേശമടക്കം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട് തലസ്ഥാന നഗരിയിലും. അതായത് ഓരോ ദിവസവും പ്രതിദിന കണക്കുകൾ പ്രകാരം പറയുകയാണെങ്കിൽ ഓരോ ദിവസവും വരുമ്പോൾ അതേ ചൂട് ഉയർന്നു തന്നെ നിൽക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് ചേട്ടാ, മലയാളിയല്ലേ, എങ്ങനെയാണ് ഈ ചൂട് ഇപ്പോൾ കൂടുതൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇത്? എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റാത്ത, ഇത്രയും കാലാവസ്ഥ അട്ടിമറിക്കപ്പെടുന്ന ഒരു ഘട്ടവും കൂടിയാണ് ഇത്. ജനം സഹിക്കുന്നതിനപ്പുറമായി കഴിഞ്ഞു. എന്തെങ്കിലും ഈ സൂര്യാഘാതം അതിനെതിരെ അല്ല എന്തെങ്കിലും ഒരു മുൻകരുതൽ നടപടി എന്ന രീതിയിൽ എന്തെങ്കിലും കരുതുന്നുണ്ടോ? മുൻകരുതൽ എന്ന് പറഞ്ഞ് അങ്ങ് മാറിയിക്കാൻ കഴിയുന്നതല്ലല്ലോ. തിരക്കേറിയ അന്തരീക്ഷമല്ലേ, ജനങ്ങളെ ഒന്നിലും മാറിയിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഏതാഘാതം വന്നാലും ഏൽക്കാനുള്ള മനസ്സായി അതിൻ്റെ കൂടെയാണ് തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു വല്ലാത്ത വലച്ചിലാണ് ജനങ്ങൾ. രജനി, അതുതന്നെയാണ്, ചൂട് കനക്കുക തന്നെയാണ് ചെയ്യുന്നത്. പ്രതിദിന ആവശ്യങ്ങൾക്കായിട്ട് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചൂടിനെ അല്ലെങ്കിൽ ഈ സൂര്യാഘാതം അടക്കമുള്ളത് വരുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കണമെന്നതുകൊണ്ട് അറിയാൻ വയ്യാത്തൊരു സാഹചര്യം കൂടി ഈ ജനങ്ങൾക്കുണ്ട്. എന്തായാലും ഈ ചൂട് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. എന്നാൽ അതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ദുരിതം അനുഭവിക്കുന്നത് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അല്ലെങ്കിൽ പുറം പണി ചെയ്യുന്ന ആളുകളാണ്. അവിടെ അത്തരക്കാർക്കാണ് ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ. സംസ്ഥാനം ചുട്ടുകൊള്ളുകയാണ്, ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് ജനങ്ങൾ ഉള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുണാർത്തൂരും ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ചക്രമംഗലത്തും.